മിനിസ്റ്റർ ഇപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വയനാട്ടിൽ ചെയ്യാൻ പോകുന്നത്? ഇല്ല, വയനാട്ടിലെ ദുരന്തഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അതിനുവേണ്ടി അവിടെ ഇപ്പോൾ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ദുരിതബാധിതരായിട്ടുള്ള ഒരാൾക്കും മറ്റു തരത്തിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന കർശന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഒരു ടീം വർക്ക് നടക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ മാത്രമല്ല, ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യുവജന സംഘടനകളുടെ എല്ലാം യോജിച്ചൊരു പ്രവർത്തനം. ആ യോജിപ്പാണ് കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മഹത്വം. അത് വയനാട് നമ്മൾ ദർശിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇനിയും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം മരണപ്പെട്ടവരെ അത് പരമാവധി അവരുടെ ഡെഡ് ബോഡികൾ എടുക്കുക, അവശേഷിക്കുന്ന എന്തെങ്കിലും ജീവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അവശേഷിക്കുന്ന ബോഡികൾ മറവ് ചെയ്യുക. ഇപ്പോൾ ദുരന്തഭൂമിയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം. ഒപ്പം മറ്റു തരത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില പ്രവർത്തനമുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് ഉണ്ട്, അവരുടെ പുനരധിവാസ പ്രശ്നമുണ്ട്. അത് ഗവൺമെൻറ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിക്കും. അവരുടെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവരുടെ സാമൂഹികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ആ നിലയിലാണ് ഗവൺമെൻറ് കാണുന്നത്. വളരെ കരുതലോടും ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടിയാണ് ഓരോ നീക്കവും സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോർഡിനേഷൻ നേരിട്ട് തന്നെ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. മന്ത്രിസഭ ഉപസമിതിയുണ്ട്. മിക്കവാറും ഞങ്ങൾ മന്ത്രിമാരെല്ലാം തന്നെ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഇടപെടൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. എൻ്റയർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഒരു ടീമായി നിന്നാണ്, മറ്റുള്ളവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചൊരു ടീമായി നിന്നാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന ആവശ്യം കൂടി മന്ത്രിമാർ മുന്നോട്ട് വയ്ക്കുന്നു. കോഴിക്കോട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.